വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയും വന്നതിന് ശേഷം ശ്രേയയാണെങ്കിൽ അവസാനത്തെ ആളിനെ കൂടി വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ഷണിക്കാനുള്ളത് 4ാമത്തെ ടീമിനെയാണ്. കാറ്ററിംഗ് രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടീം സത്യഭാമ വേദിയിലേക്ക് വരേണ്ടതാണ് എന്നിങ്ങനെ വിളിക്കുമ്പോൾ സുസ്മിതയും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് കരുതുകയാണ് ശാരദാമ്മയെ രക്ഷിക്കാനായിട്ട് വിഷ്ണു പോയി കാണും. പക്ഷേ സത്യഭാമയെ രക്ഷിക്കാനായിട്ട് ഈശ്വരൻ മാത്രമേ കാണുകയുള്ളൂ. ഈശ്വരന് പിന്നെ കയ്യാങ്കളിയൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവിടെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാകും എന്നുള്ളൊരു സന്തോഷത്തിൽ ചന്ദ്രബോസ് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം വിഷ്ണു ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് സത്യഭാമയെ ഫോൺ ചെയ്യുകയാണ്. പക്ഷേ ആ സമയത്ത് തന്നെ അനൂപിൻ്റെ വണ്ടിയിൽ അവർ വരുന്നുണ്ട്. തുടർന്ന് ആ വണ്ടിയിൽ നിന്നും ഇങ്ങനെ സത്യഭാമ ഇറങ്ങുമ്പോൾ അമ്മ എന്ത് ഇത്ര വൈകിയത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. നീ ഒന്നും ചോദിച്ചു പോകരുത്, എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ അമ്മേ കാര്യം എന്ന് പറയുമ്പോൾ അച്ഛയെ രക്ഷിക്കാൻ പോയപ്പോൾ നമ്മളെ രക്ഷിക്കാനൊന്നും നിനക്ക് സമയമില്ലല്ലോ, സ്വന്തം അച്ഛനെ വരെ മറന്നിട്ട് അവൾക്ക് വേണ്ടി പോയവനല്ലേ നീ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉണ്ടായതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് കുറേ ഗുണ്ടകളെ ഞങ്ങളെ തടയാനായിട്ട് വന്നു, സ്വന്തം മകൻ്റെ ഭാഗത്തു നിന്നൊരു സഹായം ഉണ്ടായില്ല, അതേ ഈ അന്യ ചെറുക്കനാണ് പയ്യനാണ് ഞങ്ങളെ സഹായിച്ചെന്ന് അനൂപിനെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്. അന്നേരം അമ്മ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും നീ അവൾക്ക് വേണ്ടിയല്ലേ എപ്പോഴും പോയിട്ടുള്ളത്, ഞങ്ങളെ നോക്കാൻ സമയമില്ലല്ലോ, പിന്നെ ഈ മത്സരം കഴിയുന്നത് വരെ നീ എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത്, വന്നാൽ എനിക്ക് മത്സരം പൂർത്തിയാക്കാനായിട്ട് സാധിക്കില്ല, നിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്, രാഘവേട്ടന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സത്യഭാമ ഇതിനകത്തേക്ക് കയറാതെ പോയേനെ എന്നും പറഞ്ഞ് അങ്ങ് പരസ്യമായിട്ട് അങ്ങ് ആക്ഷേപിച്ച് സംസാരിക്കുകയാണ് വിഷ്ണുവിനെ. അന്നേരം വിഷ്ണുവിന് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. കമലിനൊന്നും മിണ്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, അനൂപും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ നൂറ് ചെന്ന് പറയുന്നുണ്ട് സത്യഭാമ മത്സരം തുടങ്ങാൻ സമയമായി, അകത്തേക്ക് കയറാമെന്ന് പറയുമ്പോൾ വീണ്ടും വിഷ്ണുവിനോട് ഭാമ പറയുന്നുണ്ട് ദേ എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. അന്നേരമാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ കമലിനെ നോക്കുന്നുണ്ട്, അനൂപിനെ നോക്കുന്നുണ്ട്. പക്ഷേ അനൂപ് ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ കണ്ണങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ശ്യാമ കാണുന്നുണ്ട് സത്യാമ്മയും പൊന്നിയും പിന്നെ ശാന്തയും ഒക്കെ അകത്തേക്ക് കയറുന്നത്. ദേ സത്യഭാമ എത്തി എന്നിങ്ങനെ അങ്ങനെ തന്നെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കുകയാണ്. അന്നേരവും ചന്ദ്രബോസും സുസ്മിതയും ഒക്കെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമയും പൊന്നിയും പിന്നെ ശാന്തയും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അവരുടെ ആ സീറ്റിലേക്ക് കയറി നിൽക്കുകയാണ്. രേഖ മേഡത്തിന് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. പക്ഷേ സത്യഭാമ വരുന്നത് കാണുമ്പോൾ രോഹിത് ചിരിച്ചുകൊണ്ടാണ് നോക്കുന്നത്. ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല എന്നുള്ളൊരു രീതിക്ക് സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസിനെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. തുടർന്ന് സാബു വർഗീസ് ആണെങ്കിൽ എല്ലാ ടീം അംഗങ്ങൾക്കും പിന്നെ വിജയാശംസയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രേയ ആണെങ്കിൽ വീണ്ടും ഈ മത്സരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അത് മത്സരാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഭവം ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. രണ്ടാമത്തേത് ട്രഡീഷണൽ ഫുഡാണ്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ തിരഞ്ഞെടുക്കാം. പിന്നെ ഈ ടേബിളിൽ അവർക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അതും തിരഞ്ഞെടുക്കുന്ന സമയവും ഈ മത്സര സമയത്തിന് അകത്ത് ഉള്ളതാണ്. പിന്നീട് ആദ്യ റൗണ്ടിൽ 5 പോയിന്റിൽ കൂടുതലുള്ളവരാണ് രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോകാനായിട്ട് പറ്റുന്നത്, അല്ലാത്തവർ ഔട്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഉദ്ഘാടനം ചെയ്യാനായിട്ട് രേഖ മേഡത്തെ വിളിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. രേഖ മേഡവും സബൂർഗീസും ഒക്കെ ചേർന്ന് ഈ നിലവിളക്ക് കത്തിച്ച് ഈ കോമ്പറ്റീഷൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. തുടർന്ന് മത്സരം തുടങ്ങാനുള്ള കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞ് വിസിലടിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി പെട്ടെന്ന് വെജിറ്റബിൾ എടുക്കാനുള്ള ഒരു ശ്രമത്തിൽ ശാലിനി ഇങ്ങനെ പോയി ശാരദാമ്മയെ സഹായിക്കാൻ ശാലിനിയാണല്ലോ വന്നിരിക്കുന്നത്. ശാലിനി പോയി എടുക്കുമ്പോൾ പിന്നെ സുസ്മിത പറയുന്നുണ്ട് അതെ ഇത് നിൻ്റെ കളക്ടറേറ്റ് അല്ല, അധികാരം കാണിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ശാലിനി നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ഈ കളക്ടറോടൊക്കെ നിന്നോടൊപ്പം മത്സരിക്കുന്നു എന്ന് കരുതുമ്പോൾ നിൻ്റെ ഒരു മുൻജന്മ സുഹൃതമായിട്ട് കരുതിയാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ ശാലിനി തിരിച്ച് കളിയാക്കുകയാണ്. അന്നേരവും സുസ്മിതയ്ക്കൊന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീടും വേണം പങ്കെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി കളിയാക്കുകയും ചെയ്യുന്നുണ്ട് സുസ്മിതയെ. എന്നിട്ട് സുസ്മിത ഒരു തട്ടങ്ങോട്ട് കൊടുക്കുമ്പോൾ സുസ്മിത ഒന്ന് വീഴാൻ പോകുന്നുണ്ട്. അന്നേരം ജഗദീപ് ഓടി വന്ന് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഒന്ന് പാളിയല്ലേ സുസു, ഇവിടെ ബുദ്ധിയാണ് വേണ്ടത്, ശക്തിക്കൊക്കെ 2 ഉള്ളൂ, അതുകൊണ്ട് സൂക്ഷിച്ച് എന്ന് പറയുമ്പോൾ എന്നെ പിടിക്കേണ്ട വിട് എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇവളൊരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ജഗദീപ് ആണെങ്കിൽ അവിടെ പോയിരിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും തകൃതിയായിട്ട് ആദ്യ റൗണ്ട് ആ വിഭവം ഉണ്ടാക്കുന്ന തത്രപ്പാടി എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. അന്നേരം ഇടയ്ക്കാണെങ്കിൽ സുസ്മിത പിന്നെ ശ്യാമയോട് ചെന്ന് പറയുന്നുണ്ട് നിൻ്റെ കുഞ്ഞേച്ചിക്ക് അല്പം ഒരു എല്ല് കൂടുതലാണ്, അത് എന്നോട് വേണ്ടാന്ന് പറഞ്ഞുതരാം. ഈ സുസ്മിതയെ നന്നായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞേച്ചി വന്നിരിക്കുന്നത്, ജയിക്കുകയും ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അധിക നേരം നിൻ്റെ നാവാടണ്ട, നിൻ്റെ കൊച്ചെൻ്റെ കയ്യിൽ ആണ് എന്നുള്ളത് ഓർമ്മ വേണം എന്ന് പറയുമ്പോൾ ശ്യാമ ഒന്ന് വിഷമിക്കുന്നുണ്ട്.
നൂറും പിന്നെ അനൂപും ജഗദീപും ചന്ദ്രബോസും എല്ലാവരും ഒക്കെ കാഴ്ചക്കാരായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആ സമയത്ത് അകത്തേക്ക് കയറുന്നില്ല. വിഷ്ണുവിനെ അവിടെ കാണിക്കുന്നുമില്ല. സത്യഭാമ മുന്നിൽ ചെല്ലരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ശാലിനി ആണെങ്കിൽ ശാരദാമ്മയോട് പറയുന്നുണ്ട്, സുസ്മിത രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ജയിക്കാൻ വേണ്ടി അവൾ എന്ത് നാണം കെട്ട കളിയും കളിക്കും, ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ വരട്ടെ നോക്കാം, അതിന് തന്നെയാണ് അവൾ ശ്യാമയും കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ ശാരദാമ്മയും പറയുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്കും ഈ രേഖാ മേഡം ആണെങ്കിൽ ശാലിനിയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആ സീൻ കാണിക്കുന്നുണ്ട്. ഇതേസമയം രാഘവൻ നായരാണെങ്കിൽ അവിടെ വീടിൻ്റെ ഇങ്ങനെ പടിയിലിരിക്കുന്നുണ്ട്. കൂടെ രമണം പിള്ളയും ഉണ്ട്. രാഘവൻ നായർ വിവരമൊന്നും അറിയാത്തതിൽ അകപ്പാടെ ഒരു വെപ്രാളമാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, പിള്ളയെ താനിപ്പോൾ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ രമണം പിള്ള, സാറിനോട് ഇത്രയും നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, അത്ര വേഗം മറന്നുപോയോ എന്ന്. എടോ അതല്ലടോ, ഈ പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ധൃതരാഷ്ട്രർക്ക് കാര്യങ്ങൾ ലൈവായിട്ട് അവിടെ യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത വിതുരരില്ലേ, അപ്പോൾ ആ പിന്നെ വിതുരരാണ് എല്ലാ കാര്യങ്ങളും ധൃതരാഷ്ട്ര പറഞ്ഞു കൊടുത്തത്, അതും കൃഷ്ണന്റെ സഹായത്തോടു കൂടി. അതേപോലെ എനിക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതൊരു കുരുക്ഷേത്ര യുദ്ധം തന്നെയാണല്ലോ, അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് താനൊന്ന് അന്വേഷിക്കടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രമണൻ പിള്ള ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, അതെ അതൊന്നും നോക്കാനില്ല, പിന്നെ സത്യാമ്മ തന്നെ ജയിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും, പാചകരംഗത്ത് പണ്ടേ കുഞ്ഞുനാളിലെ മുതലേ തഴക്കവും പഴക്കവും ഒക്കെ വന്ന പിന്നെ ശാരദാമ്മയല്ലേ ഇപ്പുറത്തുള്ളത്, അപ്പോൾ ശാരദാമ്മയല്ലേ ജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് സാറ് നേരത്തെ വിതുരരായിട്ട് എന്നെ പറഞ്ഞില്ലേ, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ശകുനിയുടെ പണിയാണ്, അതല്ലേ ഞാൻ രണ്ടാമത് ശാന്തയെ പോയി കൊണ്ടുവന്നത്, അപ്പോൾ ഒരേ കളരിയിലുള്ളവർ തമ്മിൽ മത്സരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും വിജയം നമുക്ക് തന്നെ എന്ന് പറയുകയാണ്. എന്നിട്ടും പിള്ള പറയുന്നുണ്ട്, അല്ല ഈ ധൃതരാഷ്ട്രയുടെ ജ്ഞാനവും പിന്നെ വിതുരയുടെ കഥയും പിന്നെ എല്ലാം ഒക്കെ പറയുന്നല്ലോ, ഈ ഓർമ്മക്കുറവിന് ചികിത്സിക്കാനല്ലേ പണം അതിനല്ലേ പോകുന്നത്, അപ്പോൾ ഇതൊന്നും ഓർമ്മക്കുറവില്ലല്ലോ, അതൊക്കെ ഓർത്തു വയ്ക്കാൻ കഴിയുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴും, അതേ എടോ ഈ ലൈവ് പ്രോഗ്രാം തന്നെ നമുക്ക് കാരണവന്മാർ പിന്നെ മുൻകൂട്ടി പണ്ടേ കാണിച്ചു തന്നത്, ഇപ്പോൾ കാണിച്ചു തന്നത് പണ്ടുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ്. ഞാൻ കുറച്ച് നേരം ഒന്ന് ധൃതരാഷ്ട്രരാവട്ടെ, താനൊന്ന് ആരെങ്കിലും കിട്ടുമോ നോക്ക്, വിളിച്ച് ചോദിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അവിടെ ഉള്ളത് 100 പൊന്നിയോ ഒക്കെയാണ്, ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഈ പിള്ളയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. അതേസമയം അവിടെ എല്ലാവരും പാചകം അങ്ങോട്ട് പൊടിപൊടിക്കുകയാണ്. ഇടയ്ക്കാണെങ്കിൽ സത്യഭാമ ഇങ്ങനെ ശാരദാമ്മയെ ശാലിനിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം സുസ്മിതയാണെങ്കിൽ മൊബൈലിൽ യൂട്യൂബ് നോക്കി ചെയ്യുകയാണ്. അന്നേരം സുസ്മിത ഇത് മോശമാണെന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ, ഒരു മോശമില്ല, ഇതൊക്കെ ഇതിനുള്ളത് തന്നെയാണ്, ഇങ്ങോട്ട് എടുത്ത് താടി സഹായിക്കടി എന്നും പറഞ്ഞിട്ട് ശ്യാമയെ വഴക്ക് പറയുന്നുണ്ട്. ശ്യാമ അതുപോലെയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ആ ഒരു സമയം അവിടെ കഴിയുന്നുണ്ട്. അന്നേരം ശ്രേയയാണെങ്കിൽ വിസിലടിക്കുന്നുണ്ട്. തുടർന്ന് ശ്രേയ പറയുകയാണ്, ആദ്യ റൗണ്ട് മത്സരം അവസാനിക്കാറായി എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ വിസിലടിച്ചത്. 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ മത്സരം അവസാനിക്കും. അതിനുശേഷം ആദ്യ റൗണ്ടിൽ കിട്ടിയ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 2ാം റൗണ്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എല്ലാവരും ബാക്കിയൊക്കെ പെട്ടെന്ന് തീർക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഈ ബൗളുകളിലേക്ക് പകർന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയത്തിനോടകം 2 മിനിറ്റ് കഴിയുന്നുണ്ട്. 2ാമത്തെ വിസിലും ശ്രേയ അടിക്കുന്നുണ്ട്. തുടർന്ന് മാർക്ക് ഇടുന്നതിനായിട്ട് രേഖ മേഡത്തെ പിന്നെ ശ്രേയാണെങ്കിൽ ശ്രമിക്കുന്നു. പാചകം എന്ന കലയെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവന്ന രേഖ മേഡം എന്നൊക്കെ പറഞ്ഞ് ആണ് ക്ഷണിക്കുന്നത്. തുടർന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് രേഖ മേഡം പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തേയും ഞാൻ വരും, നിങ്ങൾ ഉണ്ടാക്കിയത് എന്താണെന്ന് സ്വന്തം പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അടുത്തേക്കും ഈ രേഖ മേഡം ചെല്ലുന്നുണ്ട്. അന്നേരം നമ്മൾ തന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയാണെങ്കിൽ ചന്ദ്രബോസിനെ തമ്പൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഈ മല്ലികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മല്ലിക സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയ ഡിഷ് പേര് പറഞ്ഞിട്ട് അത് രേഖ മേഡം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. തുടർന്ന് മാർക്ക് ശ്രേയയോട് ഇങ്ങനെ രഹസ്യമായിട്ടാണ് പറയുന്നത്, അത് പിന്നെ ബുക്കിൽ എഴുതുന്നുണ്ട്. അതിനുശേഷം സുസ്മിത അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുസ്മിത പേര് പറയുന്നുണ്ട്, ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയത്. അതും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അഭിപ്രായമൊന്നും പറയുന്നില്ല. മാർക്ക് ഈ ശ്രേയയോട് പറയുന്നേ ഉള്ളൂ. സുസ്മിതയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ സത്യഭാമ പാലറ്റ് പനീറാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. അന്നേരം അതും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ശ്രേയയോട് പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ഞാൻ ശാരദ എന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അന്നേരം കുടുംബശ്രീ ശാരദ അല്ലേ, കുടുംബശ്രീ എന്ന് പറയുന്ന ഹോട്ടൽ നടത്തുന്നുണ്ട് അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുകയാണ്. പക്ഷേ ഈ ശാരദാമ്മയോട് മാത്രമാണ് ഈ രേഖമ്മയുടെ സംസാരിക്കുന്നതൊക്കെ. അതിനുശേഷം അതും ഈ സത്യഭാമ ഉണ്ടാക്കിയത് തന്നെയാണ്, ശാരദാമ്മയെ ഉണ്ടാക്കിയത്, പാലറ്റ് പനീർ തന്നെയാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം അത് കൊടുക്കുകയാണ്. അന്നേരം എടുത്തിങ്ങനെ വായിലേക്ക് വയ്ക്കാൻ നേരം രേഖ മേഡം ഇങ്ങനെ വീണ്ടും ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്, പുറകിൽ നിൽക്കുന്ന. അന്നേരം ശാലിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഇത് മകളാണ് ശാലിനി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രേഖ മേഡം ആണെങ്കിൽ അത് കഴിച്ചില്ല. കഴിക്കുന്നതിന് മുമ്പേ ശാലിനി വിഷ്ണു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്.
അപ്പോൾ ഈ രേഖ മേഡത്തിന് ശാലിനിയെ അറിയാമെന്നുള്ളത് അതെന്താ ഏത് വഴിയാണെന്നുള്ളത് ഇവിടെയും പറഞ്ഞിട്ടില്ല. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്ക് വീണ്ടും ശ്രേയയോട് പറയുമായിരിക്കും. അതിന് ശേഷമുള്ളതാണ് അടുത്ത റൗണ്ടിൽ ഈ സുസ്മിതയും മല്ലികയും ഔട്ടാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് സത്യഭാമയും ശാരദാമ്മയും മാത്രമാണ് വരുന്നത്. അവർ പങ്കെടുക്കും. പിന്നീടാണ് അതിൽ ആര് വിജയിക്കും എന്നുള്ളതാണ്. മിക്കവാറും ഈ ശാലിനി ആ ഒരു റിലേഷൻ വെച്ച് ഈ രേഖ മേഡത്തിനോട് പറഞ്ഞ് സത്യഭാമയെ ജയിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും സംഭവിക്കുക. എന്താണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. അതോ ഇനി ശാരദാമ്മ തന്നെ ജയിക്കുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക്